ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 25 അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 25. അവിടെ ദൈവം കുറച്ച് കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം അവിടെ മോശയോട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ദൈവം ആദ്യമായിട്ട് പറയുന്നത് അവർ ദൈവത്തിനൊരു വഴിപാട് കൊടുക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നു. അപ്പോൾ ആ വഴിപാട് കൊടുക്കുന്ന ലിസ്റ്റൊക്കെയും ദൈവം അവിടെ പറയുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ കൊടുക്കണമെന്നൊക്കെയുള്ള എല്ലാം വളരെ വ്യക്തമായിട്ട് വിവരിച്ചവിടെ പറയുന്നുണ്ട്. പക്ഷെ ദൈവം അവിടെ വേറൊരു പോയിന്റ് ദൈവം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അത് അവർ ഹൃദയത്തോടെ മനസ്സോടെ അവർ കൊടുക്കണം. അവർ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് കൊടുക്കണമെന്നോ അങ്ങനെ തോന്നിയിട്ടല്ല ചെയ്യേണ്ടത്. പകരം അവരുടെ ഉള്ളിൽ തന്നെ ആത്മാർത്ഥമായിട്ടും തോന്നണം അവർക്ക് ദൈവത്തിന് വഴിപാട് കൊടുക്കണം. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹത്തോടെ അവർ കൊടുക്കണം എന്നുള്ളൊരു കാര്യം ദൈവം പറയും. അപ്പോൾ നമ്മൾ ദൈവത്തിന് പല കാര്യങ്ങൾ കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന കാര്യം വരുമ്പോൾ നമ്മൾ ആ താല്പര്യത്തോടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായിട്ടും കൂടെ നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വേറെ ആരും ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ നിർബന്ധിച്ചിട്ടോ അല്ല, പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ആഗ്രഹം കൊണ്ട് തന്നെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ വരുമ്പോൾ ദൈവം അവിടെ പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിന് താമസിക്കാൻ ഒരു ആലയം വേണം, ഒരു സാങ്ച്വറി വേണമെന്നാണ് പറയുന്നത്. ഒരു ആലയം വേണം എന്നാണോ കാര്യം ദൈവം അവിടെ പറയുന്നത്. അതുപോലെ തന്നെ കൃപാസനത്തിൻ്റെയും പെട്ടകത്തിൻ്റെയും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കപ്പെടുന്നത് ദൈവം ഈ മനുഷ്യരുടെ കൂടെ വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു, മനുഷ്യരുടെ കൂടെ തനിക്ക് വസിക്കണം എന്നുള്ള കാര്യം. ഏതും തൊട്ടത്തിലും അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വെയിലാത്ത സമയത്ത് ദൈവം അവിടെ വന്ന് മനുഷ്യരുടെ കൂടെ സമയം ചെലവഴിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ദൈവം ഇവിടെയും പറയുന്നത്, ദൈവത്തിൻ്റെ ഒരു ആലയം വേണം, സാങ്ച്വറി വേണം, ദൈവത്തിനും വസിക്കുവാനായിട്ട് ഈ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന് വസിക്കുവാനായിട്ട് ദൈവത്തിന് ഒരു ആലയം വേണം ദൈവം പറയും. അപ്പം നമ്മളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചിന്തകൾ നമുക്ക് ദൈവത്തിനോട് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളെ നമുക്ക് നല്ല രീതിയിൽ കൊടുക്കുവാനായിട്ട്, നല്ല മനസ്സോടെ കൊടുക്കുവാനായിട്ട് സഹായിക്കട്ടെ. അതുപോലെ തന്നെ ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മോട് കൂടെ സമയം ചെലവഴിക്കുവാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇത് തമ്മത്തെ പേഴ്സണൽ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നും കൂടെ മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് നാമം